പലവിധ ടെസ്റ്റുകളെയും കുറിച്ച് കേട്ടിട്ടുണ്ട്. ഡ്രൈവിംഗ് ടെസ്റ്റ്, രക്തം, കഫം, മൂത്രം, മലം ടെസ്റ്റ്, അങ്ങനെ പലതും. പക്ഷെ ബോയ് ഫ്രണ്ട് ടെസ്റ്റ് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത്ര ഭയാനകമായ ഒരു പ്രശ്നം ഇത് ആദ്യ. ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. ടിൻഡർ ആപ്പ് പോയി പരിചയപ്പെട്ട ഒരുത്തനെ നേരിട്ട് മീറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കണ്ടന്റ് തുടങ്ങുന്നത്. പിന്നീട് ആ ചെക്കന്റെ കൂടെ കറങ്ങുന്നതും ബോയ് ഫ്രണ്ട് ടെസ്റ്റ് നടത്തുന്നതും ഒക്കെയായി. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. കുറെ ദൂരം നിന്നാണ് എന്നെ കാണാൻ വേണ്ടി വരുന്നത്. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പിക്ക് ചെയ്യാൻ വേണ്ടി പോയി. ആൾ ലിറ്ററലി ആളുടെ വീട്ടിൽ നിന്ന് എനിക്ക് വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നത്. ഇന്നായി കഴിഞ്ഞ പിന്നെ ഭയങ്കര ത്രില്ല. ഇറ്റ് വാസ് വെരി കെയറിംഗ്. എന്ത് പറയാൻ പറ്റും, മെൻ ഇൻ ലവ്. ആൻഡ് അത് കെയറിംഗ് ആയതുകൊണ്ടൊന്നല്ല, നിന്നെയും കൊണ്ട് ഹോട്ടലിൽ കയറി കഴിഞ്ഞാണെങ്കിൽ നീ മുടിപ്പിക്കുമെന്ന് നല്ലോണം അറിയാം. അതുകൊണ്ടാണ് വീട്ടിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവന്നത്. സാനിയ മേടിച്ചു. ഇറ്റ് വാസ് ലൈക്ക് 150 rupees. ആൻഡ് നമ്മൾ രണ്ടാമത് ചൂടാക്കി, അത് ചൂടില്ലാത്തതുകൊണ്ട് അപ്പൊ അത് ഭയങ്കര മെസ്സി ആയിട്ട് മാറി. പക്ഷെ ഇറ്റ് വാസ് വെരി ടേസ്റ്റി. കോഴിക്കാലും കടിച്ചു പറിച്ച് അപ്പത്താ തട്ടിപ്പാണല്ലേ. ആ പാവം ഉണ്ണിയമ്മയെ മായം കാട്ടി തക്കിട തരികിടയാക്കി നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച് പറഞ്ഞ ആ ചെക്കനെ മുടിപ്പിച്ച് കിട്ടുന്നില്ലേ. ഒന്ന് ഹോട്ടലിൽ പോലും കയറ്റാതെ കൊണ്ട് നടന്നതേനു. പക്ഷെ ലുലുമാളിൽ കയറി പണി കിട്ടി. വില നോക്കാനെന്നും പറഞ്ഞ് ഓരോന്ന് എടുത്തെടുത്ത് ആ ചെക്കനെ അങ്ങോട്ട് മുടിപ്പിച്ച് കിട്ടി. നിന്റെ ഒരു ബുദ്ധി നീ ഇപ്പൊ പഴയ ആളല്ലേ കേട്ടോ, സമ്മതിച്ചിരിക്കുന്നു. ബൂട്ട്സ് ഷോപ്പ് ചെയ്യാൻ വേണ്ടി ഡിസൈഡ് ചെയ്തു. ഈ 2 ഡ്രസ്സാണ് ഞാൻ എടുത്തത്. 799 ഈച്ച് ആണ്. എനിക്ക് രണ്ടും ഭയങ്കര ഇഷ്ടമായി. ഇത് ഫസ്റ്റ് റെഡ് വൺ ആണ്. ആൻഡ് അടുത്തത് വരുന്നതെന്ന് വെച്ചാൽ ബ്ലാക്ക് ആയിരുന്നു. എനിക്ക് രണ്ടും ഒരേപോലെ ഇഷ്ടമായി. ഐ വാസ് വെരി കൺഫ്യൂസ്ഡ്. ആൻഡ് അവസാനം ഞാൻ റെഡ് ചൂസ് ചെയ്യാന്ന് വിചാരിച്ചു. ആൻഡ് എന്നെ സർപ്രൈസ് ചെയ്ത ഒരു 3 ആള് വെയിറ്റ് ചെയ്തു. ആളെ ലിറ്ററലി ബ്ലാക്ക് എടുത്ത് എന്റെ കയ്യിൽ വെച്ച് തന്നു. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? ടോട്ടൽ 1500 ആ ഷോപ്പിംഗ് ടെസ്റ്റും കൂടെ ആള് പാസ്. പൊട്ടൻ എന്ന് പറഞ്ഞ മരപ്പൊട്ടൻ. ആ റെഡ് ഡ്രസ്സും കൂടി വാങ്ങുന്നത് എങ്ങനെയെങ്കിലും മുടക്കാനുള്ളതിന് പകരം ബ്ലാക്ക് ഡ്രസ്സും കൂടി വാങ്ങിച്ചു കൊടുത്തേക്കും. നന്നായിട്ടുണ്ട്. എനിക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണ് ആൾക്കറിയാം. അവിടെ ആൾ ചോക്ലേറ്റ് എനിക്ക് മേടിച്ചു തന്നു. വിച്ച് വാസ് അഗൈൻ ചോക്ലേറ്റ് ടെസ്റ്റ് പാസ്സായി. അത് കഴിഞ്ഞിട്ട് ആൾ എനിക്ക് ബർഗർ മേടിച്ചു തന്നു. 110 rupees. ഫുഡ് ടെസ്റ്റും പാസ്സായി. അത് കഴിഞ്ഞിട്ട് ഹെൽത്ത് ടെസ്റ്റ് ആണ്. ആൾ എനിക്ക് വേണ്ടി 0 sugar ആണ് ചൂസ് ചെയ്തത്. ഹെൽത്ത് ടെസ്റ്റ് പാസ്സായി. അത് കഴിഞ്ഞിട്ട് ആൾ അവിടെ നിന്ന് കുറെ സാധനങ്ങൾ എനിക്ക് കാര്യം എടുത്ത് വെച്ചു. പിന്നെ അവിടെ ഞാൻ ഹണി കേക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൾ അതും മേടിച്ചോളാം. 0 sugar സ്പ്രൈറ്റ് മേടിച്ചു കൊടുത്ത് ഹെൽത്ത് ടെസ്റ്റ് പാസ്സായി. ഡയറി മിൽക്കും ബർഗറും ബേക്കറിയും ഒക്കെ പിന്നെ നല്ലോണം ഹെൽത്തി ആയതുകൊണ്ട് കുഴപ്പമില്ല. ഒരു കയ്യിൽ ഷുഗർ ഫ്രീ സ്പ്രൈറ്റും മറ്റേ കയ്യിൽ ഫുൾ ഷുഗർ ലോഡഡ് ഐറ്റംസും. ഒരു പ്രത്യേക തരം ഹെൽത്തി ടെസ്റ്റ് ആണ് കുട്ടി നടത്തിയതെന്ന് തോന്നുന്നു. എന്തായാലും ഒരു കാര്യം മനസ്സിലായി, കുട്ടി നടത്തുന്ന ടെസ്റ്റും പാസ്സാവാൻ വലിയ പണിയൊന്നുമില്ല. കയ്യിൽ കുറച്ചധികം കാശുണ്ടായാൽ മാത്രം മതി. ഫൈനൽ ടെസ്റ്റ് ആണ്. ആളിന്റെ ബില്ല് സ്പ്ലിറ്റ് ചെയ്യാൻ സമ്മതിച്ചില്ല. ബിൽ ടെസ്റ്റും പാസ്. ആഘോഷിച്ചാട്ടെ. ഏറ്റവും പ്രധാനപ്പെട്ട ടെസ്റ്റ് ഇതായിരുന്നു. നമ്മുടെ ഏട്ടായി അതും പാസ്സായിരിക്കും. എല്ലാരും സന്തോഷിച്ചാട്ടെ. എന്നാലും എന്ത് മൊണ്ണയാണല്ലേ നമ്മുടെ ഏട്ടായി. ചേട്ടാ അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. തിരിച്ചു പോണ ഒരു മെട്രോയിൽ വെച്ചിട്ട് ആളെ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് എന്റെ കൈ ഇങ്ങനെ പിടിക്കാൻ വേണ്ടി നോക്കി. അത് ഭയങ്കര അൺഎക്സ്പെക്ടഡ് ആയിരുന്നു. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഏട്ടായിക്ക് വേണ്ട ഒരു സുഖം ഒന്നില്ലെങ്കിൽ ഇത്രയും പൈസ ഒക്കെ ചെലവാക്കിയതല്ലേ, ഒരു സ്പർശന സുഖമെങ്കിലും കിട്ടണ്ടേ. ഇനിയൊരു ഡേറ്റും കൂടി വേണമെന്ന് പറഞ്ഞാൽ അവന് കിഡ്നി ഒരു വിൽക്കേണ്ടി വരും. എന്റെ ഈ അവസ്ഥ കണ്ടല്ലോ, എങ്ങനെ ഇഷ്ടപ്പെട്ടോ?